ഗൈസ് അങ്ങനെ നമ്മൾ മീഡിയ റൈഡിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് R15 M-ൽ. താങ്ക് യു യമഹ, താങ്ക് ഫോർ ഗിവിംഗ് us a big opportunity. ഇത് മീഡിയ റൈഡാണ്. ബാക്കി ഷോട്ട് നോക്കണം. ഞാൻ കുറച്ചിട്ടാ പോയി കേട്ടോ. Hey guys, welcome back to my channel Max Raves. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി Max Raves. That means you can rev your engines to the max RPM, but only here on racetrack. That's how we like to do it. So നമ്മൾ വീണ്ടും കരി മോട്ടോർ സ്പോർട്സ് റേസ് ട്രാക്ക് എത്തിയിരിക്കുന്നതാണ്. ഇവിടെ ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. എൻ്റെ ലാസ്റ്റ് 2 വീഡിയോസിൽ നിങ്ങൾ ട്രാക്കിൻ്റെ ആക്ഷൻസ് ഫുൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് റോ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും റോ ആയിട്ടുള്ള കുറച്ച് ആക്ഷനുമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രാക്കിലെ വാക്ക് റൗണ്ട് ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്. ഇത് മെയിൻ സ്ട്രെച്ചാണ്. അവിടെയാണ് എൻട്രി പോയിന്റ്. അവിടെ നിന്ന് നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്ന് ഈ വഴി വന്നിട്ട് നേരെ കാണുന്ന സ്ട്രെച്ചാണ്. ഇതിലേക്കൂടെ കയറി മുകളിൽ പോകാൻ പറ്റും. എന്നാൽ സ്ട്രേറ്റ് ലൈൻ വ്യൂ കിട്ടും. നോക്കിട്ട് ഞാൻ ആ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഗൈസ് ഇത് വന്നിട്ട് മെയിൻ സ്ട്രെച്ചാണ്. പോകുന്നുണ്ടോ? ഈ സ്ട്രെച്ച് 800 meters ലോങ് ആണ്. ഈ ട്രാക്കിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് 3 kilometers, 2.93 kilometers ആണ്. നമ്മൾ ആ 3 ട്രാക്കാണിത്. മുമ്പ് ഇതൊരു എയർ സ്ട്രിപ്പ് ആയിരുന്നു. അതിനെ അവർ കൺവേർട്ട് ചെയ്ത് റേസ് ട്രാക്ക് ആക്കിയതാണ്. ഒരു സൂപ്പർ ഹൈലി ടെക്നിക്കൽ ട്രാക്കാണ്. ഷിക്കെയിൻസ്, കോർണേഴ്സ്, അപ്പെക്സ് എല്ലാം ഭയങ്കര ടെക്നിക്കലാണ്. അപ്പോൾ നിങ്ങൾ ട്രാക്ക് ആക്ഷൻ കാണുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ. സോ കീപ് എൻജോയിങ്, കീപ് സ്റ്റേയിങ് ഹാപ്പി ഇൻ ലൈഫ്. നമുക്കിതൊരു ഭയങ്കര കാട്ട് കേട്ടോ. സോ ഇവിടെ അവർ ബൈക്സ് ഇൻസ്പെക്ട് ചെയ്യുന്നതും ഞാൻ നോക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാക്കിലോട്ട് അവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് പിറ്റ് ലൈൻ. നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ട്രാക്കിലോട്ട് എടുക്കാൻ. ഫ്ലൈ പാസ് കാണും. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോകുന്നേ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ട്രാക്ക് മാർഷൽസ് അലോ ചെയ്താൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതാണ് സ്ട്രേറ്റ്. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇതാ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഡ്രിൽസൊക്കെ ഓരോന്നായിട്ട് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. സെഷൻ കഴിഞ്ഞ് ഒരു ടീം വരുന്നുണ്ട്. അങ്ങനെ സെഷൻ കഴിഞ്ഞ് എല്ലാവരും വന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഡ്രില്ലറിയില്ല ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. ഇവിടെ പിന്നെ അമ്മയുടെ ഷോപ്പും ഉണ്ട്. ആക്സസറീസ് എല്ലാം മേടിക്കാൻ കിട്ടുന്ന എല്ലാ ട്രാക്ക് ഡേയിലും അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടൊന്ന് കോർണറിങ് ഷോട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ കരിയുടെ സ്വീപ്പിംഗ് ലോങ് കോർണറുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സെഷൻ വരത്തുള്ളൂ. എന്നിട്ടേ ഞാൻ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് മാക്സിമം ദേഹം അനങ്ങാതെ ഉള്ള പണി ചെയ്യുവാണ്. കാരണം ഷൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ എക്സോസ്റ്റ് ആവും. പിന്നെ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ നമ്മൾ തളർന്നും പാസ് ഔട്ട് ആവും. അതുകൊണ്ട് മാക്സിമം ആ രീതിയിൽ ദേഹം അനങ്ങാത്ത പരിപാടിയാണ് ചെയ്യുന്നത്. കണ്ട ഈ കോർണർ കണ്ട ലോങ് കോർണറാണ്. സ്വീപ്പിംഗ് കോർണർ കിട്ടില്ല. 2-3 ഷോട്ട്സ് ഇട്ട് നമുക്ക് എടുക്കാം. ഇത് കരിയുടെ ലാസ്റ്റ് എക്സിറ്റിൽ വരുന്ന ലോങ് കോർണറാണ്. കണ്ടായിരുന്ന സിവിയർലി എക്സിറ്റാണ്. കണ്ട അതാ വരുന്ന ഇതാ അതാണ് ലൈന്, കറക്റ്റായിട്ടുള്ള ലൈൻ. കണ്ടാ കാരണം നമ്മൾ അവിടെ കുറച്ച് വൈഡായിട്ട് എടുത്തില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻസൈഡായി ഈ കാണുന്നതാണ് ലാസ്റ്റത്തെ ലോങ് SS. ഇവിടെ കുറച്ച് വൈഡായിട്ട് എടുത്താലേ നമുക്കിവിടെ എക്സിറ്റ് ടൈറ്റ് ചെയ്യാൻ പറ്റും. അവിടെ വന്നിട്ട് നേരെ ലോങ് സ്ട്രേറ്റിലേക്കുള്ള എക്സിറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോർണറാണിത് നമ്മുടെ കരിയിൽ. എങ്ങനെയുണ്ട് ഗൈസ്? പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യൻ, മൾട്ടിപ്പിൾ നാഷണൽ ചാമ്പ്യനായ രജനി കൃഷ്ണ, പുള്ളിയുടെ റേസ് കാർ എന്നും പറഞ്ഞിട്ട് ഒരു റേസിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പുള്ളിയുടെ ആ റേസിംഗ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ പാക്കേജ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ലെവൽ 1 എടുക്കുന്നതാണ് നല്ലത്. ബേസിസിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലെവൽ 1 എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മോട്ടോർ സ്പോർട്സ് ജനറലി എക്സ്പെൻസീവ് ആണ്. ലെവൽ 1 എടുത്തു കഴിഞ്ഞ് ബേസിക്സ് പഠിച്ചിട്ട് ലെവൽ 2, ലെവൽ 3 അങ്ങനെ ട്രാക്ക് റൈഡിംഗ് ലൈസൻസ് FMSA എന്ന് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിൽ വന്ന് ട്രാക്ക് ഡേ ഓടിക്കാൻ പറ്റും. ഈസിയാണ്, പക്ഷേ പൈസ ചിലവുണ്ട്. അതുകൊണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഗൈസ് ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാഷൻ പ്രസ് ചെയ്യുക. ഈ കോർണറിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ
ഇതാണ് ടയർ വാൾ, അതായത് പഴയ ടയർ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഇമ്പാക്ട് വെയിറ്റ് കണ്ടോ, എല്ലാ ട്രാക്കിലും ഇത് വെച്ചിട്ടുണ്ട് ടയർ വാൾ. ഇത് ഇമ്പാക്ട് അബ്സോർബ് ചെയ്യും ഈ റബ്ബർ. സോ ഗൈസ്, ഇതാണ് യമഹയുടെ RSGP ഓയിൽ, പ്രീമിയം സാധനമാണ്. റേസിംഗ് സ്പെഷ്യൽ ഓയിലാണ്. ഇത് മാറാൻ പോവുകയാണ്. വാവ്, ഞാൻ കുറേ കാലം കൊണ്ട് ആലോചിക്കുമായിരുന്നു ഇങ്ങനെ ഈ ഒരു ഓയിൽ മേടിച്ച് മാറണമെന്ന്. ഇപ്പം പക്ഷേ സ്റ്റോക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തും കേരളയിലും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ സാധനമുണ്ട്. അപ്പം ചെക്കിങ്ങും ബൈക്ക് ഇൻസ്പെക്ഷനും ഓയിൽ മാറ്റുന്ന സീനുമാണ്. കണ്ടോ, ഇതെല്ലാം RSGP ഓയിലാണ്. 1 ലിറ്ററിന് 1500 റുപ്പീസാണ്. അപ്പോൾ കൂട്ടിയത് ദൂരപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഓയിൽ ഫിൽറ്റർ, അതായത് നമ്മുടെ ബൈക്കിലെ ഓയിൽ ഫിൽറ്റർ ചെയ്ത് വിടുന്ന ഫിൽറ്ററാണ്. അതായത് എഞ്ചിൻ്റെ ടോപ്പിലോട്ട് ബോട്ടം നിന്ന് ഫിൽറ്റർ ചെയ്ത് ഈ ഫിൽറ്റർ വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ എല്ലാ ഓയിൽ ചേഞ്ചിനും ഈ ഫിൽറ്ററും കൂടെ മാറാൻ നോക്കണം. അത് ഏത് ബൈക്കായിരുന്നാലും അതിൻ്റേതായ ഫിൽറ്ററുണ്ട്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞത് എൻ്റെ സെഷനല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ സെഷനാണ്. എൻ്റെ സെഷൻ ഇനി ആവത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ GoProയിൽ ഓൺ ബോർഡായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ ദ ആക്ഷൻ. ഇപ്പം 3 മണിയായി. ഇപ്പോൾ കുറച്ച് സൂര്യൻ ക്ലൗഡി ആയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ചൂട് വലുതായിട്ടില്ല, താങ്ക് ഗോഡ്. വലിയ കുഴപ്പമില്ല ചൂട്. എൻ്റെ സെഷൻ ഞാൻ ഇറങ്ങാൻ പോകുന്നു. മീഡിയ റൈഡ് ബ്രോയുടെ ഷൂട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ മീഡിയ റൈഡിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. മീഡിയ റൈഡാണ്. ബാക്കി ഷോട്ട് കുറച്ച് അങ്ങനെ നമുക്ക് മീഡിയാസിന് വേണ്ടിയിട്ടുള്ള റൈഡാണ്. ഓൺലി ഫോർ മീഡിയ പീപ്പിൾ. അപ്പോൾ വേറെ ആരുമില്ല. താങ്ക് യു ഫോർ
ലേണിംഗ് ആണ്. നമ്മളവിടെ വന്നല്ലോ. நல்ல ரீனாங்களா? പൊളിച്ച് കൊള്ളാം. R15 V4 അറിയാം, ഫിറ്റിസ്കോടെ പോയി കേട്ടോ. കേട്ട് കുറച്ചും കൂടെ രസമാണ് ഇത്. സത്യം എന്നിട്ട് ബസ് പിടിച്ച് വരുമ്പോൾ നമുക്കൊരു 2-3 സെക്കൻഡ് അവിടെ ചെയ്യും. ഇത് പൊളി. അത് മനസ്സിലായി. റെഡ് ഫ്ലാഗ് 2 പ്രാവശ്യം കാണിച്ചു. എന്നിട്ടും കാരണം ഇത് R15 V4 ആണ്. V4ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ചടവും ഫോക്സും
കാണിച്ചു തരാം. സോ ഇന്നത്തേക്ക് കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇത് മനസ്സിലായല്ലോ, മാക്സ് റീസ് മീൻസ് മാക്സിമം റീൽസ് ഓൺ ട്രാക്ക്. അതാണ് മാക്സ് റീസ്. ഇപ്പോൾ നമുക്ക് പേര് മാറ്റേണ്ടത് മനസ്സിലായല്ലോ. താങ്ക് യു ഗൈസ്. സിയു കരി. ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കരി റേസ് ട്രാക്സ്. ഭയങ്കര ടെക്നിക്കലാണ്. അവിടെ ഒരു രസമുണ്ട്, ഭയങ്കര ടൈറ്റ് കോർണറാണ്, പിന്നെ ഒരു ലോങ് ഫ്ലോയിങ് കോർണറുണ്ട്, പിന്നെ അവിടെ ഒരു രസമുണ്ട്. അത് രണ്ടും ഭയങ്കര ടെക്നിക്കലാണ്. സൂപ്പർ ബൈ, തറളി എൻജോയ്. താങ്ക് യു മഹാ, താങ്ക് യു ഗൈസ്. സോ ഗൈസ്, അങ്ങനെ 2 days ഓഫ് ട്രാക്ക് ഡേ ടെസ്റ്റിംഗ് ടെസ്റ്റഡ്. ഇനി അടുത്ത ട്രാക്ക് ഡേ വരെ സിയു കരി.